മൂന്നാറിൽ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഓട്ടം കുതിക്കുന്നു. കാഴ്ചകൾ ഇനിയും വേറെ ലെവൽ. മുംബൈ, ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിലെ ഡബിൾ ഡെക്കർ ബസ് യാത്രകൾക്ക് ശേഷം കേരളത്തിലെ ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായ മൂന്നാറിൽ കൂടി ഒരു രാജകീയ ഡബിൾ ഡെക്കർ ബസ് റൈഡ്. നിരക്കുകളും മറ്റു വിശേഷങ്ങളും കാണാനും അറിയുവാനും വീഡിയോ മുഴുവൻ കാണുക. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. രാത്രിയിലെ സ്റ്റേ ചെയ്തിരുന്ന KSRTCയുടെ സ്ലീപ്പർ ബസ്സിൽ നിന്നും പുറത്തേക്ക്. ഡബിൾ ഡെക്കർ ബസ് രാവിലെ 7 മണിക്കുള്ള ട്രിപ്പ് പോയിട്ടുണ്ട്. അത് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങൾ പോകുന്ന ട്രിപ്പ് 10 മണിക്കുള്ളതാണെങ്കിലും വണ്ടി എത്തിയപ്പോൾ 11 മണിയായി. തുടക്ക സമയമല്ലേ, എല്ലാം ഒന്നുകൂടി ക്രമീകരിക്കാൻ സ്വല്പം ടൈം വേണമല്ലോ. അടുത്ത ട്രിപ്പിലേക്കുള്ള ആളിനെ കയറ്റാൻ അതിന്റെ സ്ഥലത്തെത്തി. വിദേശികളൊക്കെ അടങ്ങുന്ന ഈ ട്രിപ്പിലെ യാത്രക്കാരെല്ലാം ആകാംക്ഷയോടെ ബസ്സിനുള്ളിലേക്ക്. കുറെ പേർ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ ട്രിപ്പിനെ പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ യാത്ര കൊള്ളാമെന്ന് തോന്നിയാൽ നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുന്നമേ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ റോയൽ വ്യൂ ബസ്സാണ് പുറകെ കിടക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് യാത്ര ചെയ്യാൻ പോവാണ്. 11:30 ഞങ്ങളുടെ വണ്ടി മൂന്നാർ KSRTCയുടെ സ്റ്റേഷൻ വിടുവാണ്. കൗശിക് പ്ലേ ഗ്രൗണ്ടും കേരള സ്പോർട്സ് കൗൺസിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രവും ഒക്കെയാണ് മുമ്പിൽ. ഇടുക്കിയുടെ മനോഹരത്വം വർണ്ണിക്കുന്ന അടിപൊളി പാട്ടൊക്കെ ഇട്ടാണ് ആരംഭം. ചുറ്റിനും അതിവിശാലമായ താഴെ മുതൽ കവർ ചെയ്യുന്ന വലിയ ഗ്ലാസുകളായതുകൊണ്ട് മാക്സിമം ചുറ്റിലും എല്ലാ കാഴ്ചകളും ആസ്വദിക്കാം. മൂന്നാർ കച്ചവട തെരുക്കളിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയുള്ള ചെറുതും വലുതുമായ കച്ചവടങ്ങൾ, ക്ഷേത്രം, ഇടയ്ക്കൂടെ കാണാം പുറകിൽ കൂടി ഒഴുകുന്ന മുതിരപ്പുഴയാർ, ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും, അതിന്റെ ഇടയ്ക്ക് റിപ്പിൾസ് തേയില കച്ചവടക്കാർ, കണ്ണൻദേവൻ പ്ലാന്റേഷൻ കുന്നുകളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ. വലതുവശത്ത് കുറെ സ്ഥാപനങ്ങളുടെ മുമ്പിൽ ചുറ്റിനും ചെടികളൊക്കെ വളർത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യുദ്ധസ്മാരകമുണ്ട്. റോഡ് സൈഡിൽ കാറ്റത്ത് തുള്ളുന്ന പൂക്കൾ നിറഞ്ഞ ചെടികളും പാറിക്കളിക്കുന്ന തൊഴിലാളികളുടെ യൂണിയൻ കൊടികളും, അകലെ കാണുന്ന മലകളും അതിൽ നിറഞ്ഞ മരങ്ങളും, പുഴയോരത്തെ പാർക്കും നിറയുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ കാഴ്ചകൾ മൂന്നാർ ടൗണിലേക്ക് നമ്മളെ ആനയിക്കുന്നു. ഇതൊക്കെ ആദ്യമായി ഇവിടെ വരുന്നവർക്ക് കാണാം. എന്നാൽ ഇതൊന്നുമല്ല ഈ യാത്രകളുടെ പ്രധാന സ്ഥലങ്ങൾ. അധികം സ്പീഡിൽ പോകാതെ കാഴ്ചകളെല്ലാം കാണാനും മാത്രം വളരെ പതുക്കെ പോകുന്നൊരു ബസ്. ഹൈറേഞ്ചിൽ ക്ലച്ച് പിടിക്കാനും മാത്രം പവറുള്ള ജീപ്പുകളാണ് എല്ലായിടത്തും. ഗവൺമെന്റ് സ്കൂളും വലിയ റൂം സ്റ്റേകളും ഉയരത്തിൽ ഒരു പള്ളിയും. അങ്ങനെ കണ്ടുപോകുമ്പോൾ റോഡ് രണ്ടായിട്ട് പിരിയുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ പുഴ, ആ പുഴയുടെ മുകളിലെ പാലത്തിലൂടെ യാത്ര മുമ്പോട്ട്. ഇത് പൂപ്പാറ, തേനി, കുമിളി, മധുരൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നീണ്ടുകിടക്കുന്ന ദേശീയപാത 85 NH 85. ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നേ ഉള്ളൂ. ഈ ട്രിപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ നിലവിലെ 3 സർവീസുകളാണ് ഒരു ദിവസം ഉള്ളത്. രാവിലെ 7 മണിക്ക്, 10 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3:30 എന്നിങ്ങനെയാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെടുന്ന സമയം. ആദ്യ സമയത്ത് ചില സമയവ്യത്യാസമൊക്കെ കാണും. 2 മണിക്കൂർ 45 മിനിറ്റ്, അതായത് 2.25 മണിക്കൂറാണ് ഒരു ട്രിപ്പിന്റെ ദൈർഘ്യം. മനോഹരമായ റോഡ്, ഇരുവശങ്ങളും വൃക്ഷങ്ങൾ, നമ്മളെ ഫോളോ ചെയ്യുന്ന MVD, അതാ മുമ്പിൽ തന്നെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. വിനോദസഞ്ചാരികൾക്ക് വിനോദവും വിജ്ഞാനവും നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സംഭവമാണെന്ന് കരുതി ഇവിടെ സ്റ്റോപ്പില്ല. നമുക്ക് പിന്നെ കാണാം. മുമ്പോട്ട് പോകുമ്പോൾ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന അടിപൊളി റോഡിന്റെ 2 വശങ്ങളിലും താഴെയും മുകളിലും തേയിലത്തോട്ടങ്ങൾ പച്ചവിരിച്ചു നിൽക്കുകയാണ്. ആ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ പതുക്കെയുള്ള യാത്ര. അട്ടിയടുക്കി നിരത്തിയിരിക്കുന്ന തേയിലത്തോട്ട കുന്നുകൾ കണ്ടപ്പോഴേക്കും വണ്ടിയുടെ പിറകുവശം ഒന്ന് ചലിച്ചു തുടങ്ങി. പാട്ടിനൊപ്പം കരഘോഷങ്ങൾ കൊണ്ട് താളം തീർക്കുകയാണവർ. ഒപ്പം വശങ്ങളിൽ കാണുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുന്നു. പാട്ടിന് ചെറിയ താളം വയ്ക്കുന്നു. എങ്ങും അവസാനിക്കാത്ത തേയിലത്തോട്ടങ്ങളുടെ ഭംഗി, അവയിൽ ചെറിയ ഓളങ്ങൾ പോലെയുള്ള കുന്നുകളും താഴ്വാരങ്ങളും. എല്ലായിടത്തും തേയിലച്ചെടികൾ. അങ്ങനെ എത്തി സിഗ്നൽ പോയിന്റ്. അല്പം കൂടെ സീൻ തരുന്ന ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും ഒരു 10 മിനിറ്റത്തേക്ക് ഞങ്ങളുടെ വണ്ടി ആദ്യമായി നിർത്തി.
മനോഹരമായ ദൃശ്യങ്ങൾക്കായി എല്ലാവരും ഇറങ്ങുവാണ്. ഇതാണ് സുഹൃത്തുക്കളെ സിഗ്നൽ പോയിന്റ്. തേയിലത്തോട്ടങ്ങൾ, വനങ്ങൾ, പർവ്വതനിരകൾ എന്നിവയുടെ വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ മനോഹരമായ ഒരു സ്ഥലമാണ് മൂന്നാർ സിഗ്നൽ പോയിന്റ്. പക്ഷി നിരീക്ഷണത്തിനും വന്യജീവികളെ കാണാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 മലയോര അരുവികളുടെ സംഗമ സ്ഥാനമാണ് ഇതിന്റെ സ്ഥാനം. ഇത് ഇഡ്ഡലി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. സിഗ്നൽ പോയിന്റിലെ ഇഡ്ഡലി പോലെയാണ് ഇരിക്കുന്നതാണ്, അതുകൊണ്ട് ഇഡ്ഡലി ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കാണുന്നതോ? യെസ്. സിഗ്നൽ പോയിന്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു കയറുകയാണ്. ഈ ഡബിൾ ഡെക്കറിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ബോംബെ പോയാലും ട്രിവാൻഡ്രത്ത് പോയാലും ഇനി മൂന്നാർ വന്നാലും നമ്മളൊന്നും ഫ്രണ്ടിൽ തന്നെ, പക്ഷേ രസമുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഫ്രണ്ടിൽ നല്ല വെയിലുണ്ട്, വെളിച്ചത്തിന് ഒരു കുറവില്ല. പക്ഷേ വിഷ്വൽ നല്ല പിന്നെ ആദ്യമേ കാണാം. നമ്മൾ ഡ്രൈവറിന്റെ മുകളിലിരുന്നാണ് കാണുന്നത്. ഇനി ഇതിനകത്ത് ഫുൾ പാട്ടൊക്കെ വെച്ച് ഫുൾ എൻജോയ്മെന്റ്. പിന്നെ ദേവികുളം എത്തി. മുമ്പോട്ട് പോകുമ്പോഴുണ്ട് ടോള്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോൾ പ്ലാസ. അങ്ങനെ അവിടെ നിന്ന് പോകുമ്പോൾ അതാ റോഡിൽ തന്നെ ഒരു മൃഗം, പശുവാണ് കേട്ടോ. ഇടയ്ക്ക് മരങ്ങൾക്കിടയിൽ കൂടി തേയില പ്ലാന്റേഷൻ ജോലിക്കാരുടെ താമസ സൗകര്യങ്ങൾ ഒക്കെ നിറയുന്ന ചെറിയ കൂട്ടം വീടുകൾ കാണാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ് റോഡ്, ആനയറങ്കൽ, ലോക്ക്ഹാർട്ട്, മലൈക്കുള്ളൻ ഗുഹ, പെരിയ കനാൽ വെള്ളച്ചാട്ടം എന്നീ കേന്ദ്രങ്ങൾ ഈ ബസ് സന്ദർശിക്കും. ഏകദേശം 27-28 കിലോമീറ്റർ ഒരു വഴിക്ക് മാത്രം വരുന്ന യാത്ര. 3 സമയത്തിനും 3 അനുഭവം. തണുപ്പൻ യാത്രയാണ് ആഗ്രഹമെങ്കിൽ രാവിലത്തെയോ വൈകുന്നേരത്തെയോ യാത്ര തിരഞ്ഞെടുക്കാം. ചെറിയ മൂടൽമഞ്ഞിൽ മുങ്ങിയ തേയിലത്തോട്ടങ്ങൾ കാണാം. എന്നാൽ ഈ സമയത്ത് ഇറങ്ങിയാൽ അല്പം വെയിൽ കാണുമെങ്കിലും കാഴ്ചകൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും. ബസ്സിന് ടോപ്പിലാണെങ്കിൽ മുകൾ നിലയിൽ 38 പേർക്കും താഴത്തെ നിലയിൽ 12 പേർക്കുമായി മൊത്തം 50 സഞ്ചാരികൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. താഴത്തെ കാഴ്ച നമുക്ക് പിന്നെ കാണാം. ഈ ട്രിപ്പിന് നിരക്ക് മുകളിലത്തെ നിലയിലാണെങ്കിൽ 400 രൂപയും താഴെയാണെങ്കിൽ 200 രൂപയുമാണ്. വഴിയിലാ കാണുന്ന ജീപ്പ് ഡ്രൈവർ പറയുന്നത് കണ്ടില്ലേ, നിങ്ങൾ അടയ്ക്കുന്ന പണം വേസ്റ്റ് ആണെന്ന്. കാരണം നമ്മൾ ഈ പോകുന്ന ട്രിപ്പ് അവരുടെ ട്രിപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലുള്ള പ്രതികരണമാണ്. ഇരുവശങ്ങളും പെട്ടിക്കടകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ, തേയിലച്ചെടികൾ നിറഞ്ഞ കുന്നുകൾ, തേയിലച്ചെടികൾ കണ്ട് ആസ്വദിക്കുന്ന സഞ്ചാരികൾ, അകലെ കാണുന്ന പാറമലകൾ. വണ്ടിയിലെ യാത്രക്കാരെല്ലാം വളരെ ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ മുകളിലത്തെ മുൻ സീറ്റിലിരുന്നാൽ കിട്ടുന്നത്ര വ്യൂ മറ്റാർക്കും കിട്ടില്ല. ഇവിടെ ഇരുന്ന് കാണുന്ന ഈ കാഴ്ചയ്ക്ക് ഈ പറയുന്ന രൂപയിൽ അധികം വിലയുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിലമതിക്കാനാകാത്ത സൗന്ദര്യം നിറയുന്ന കാഴ്ചകൾ. പിന്നെ എല്ലായിടത്തും ഗ്ലാസ് ആയതുകൊണ്ട് ചുറ്റിനും കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ പോയിന്റുകൾ പലതുണ്ട്. അവിടെ ചെടികൾക്കിടയിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പൈസ കൊടുക്കണം. ഈ വണ്ടിയിലേക്ക് നോക്കി ആകാംക്ഷയോടെ കൈ കാണിക്കുന്ന ആൾക്കാരാണ് വഴിയിൽ അധികവും. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ ഇരുന്നും വണ്ടി നിർത്തിയും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ചുമ്മാ ഇരുന്ന് ആസ്വദിച്ചൊരു കിടിലൻ യാത്ര. സെഡ് പോലെ വളഞ്ഞു പുളഞ്ഞ റോഡുകൾ, താഴ്വാരത്തേക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ തണൽ വൃക്ഷങ്ങൾ, ഇടയ്ക്ക് ചെറിയ പാറകൾ, ഇതൊക്കെ മൊബൈലിൽ പകർത്തുന്ന വിദേശ വനിതകൾ. ചക്രമുടി പീക്കിന് താഴെ ലോക്ക്ഹാർട്ട് ഫോട്ടോ പോയിന്റിൽ വണ്ടി നിർത്തി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ലോക്ക്ഹാർട്ട് ഫോട്ടോ പോയിന്റ്. ബെൻസിന്റെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അത് ബെൻസിന്റെ ആണെങ്കിൽ നമ്മുടെ ഇത് KSRTCയുടെ റോയൽ വ്യൂ വണ്ടിയാണ്. കണ്ടോ സുഹൃത്തുക്കളെ, എന്നാ അടിപൊളിയാണെന്ന്. ആ റോഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നത്. പുറത്ത് നോക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരുന്നതിന് പകരം നമ്മൾ ഇത്രയും കറങ്ങിയാ വന്നത്. നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ വേണ്ടി പോയപ്പം നമ്മളിതുവഴി ജസ്റ്റ് പ്രൈവറ്റ് ബസ്സേ പാസ്സായതേ ഉള്ളൂ. അതെ, നമ്മൾ വിചാരിച്ചില്ല ഇതുപോലെ ബസ് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഓരോ സ്റ്റോപ്പുകൾ കാണിക്കുമെന്ന്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളും നമ്മളെ നിർത്തിയിട്ട് ഈ ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാനും ഒരു 10 മിനിറ്റ് നമുക്ക് ഫോട്ടോസൊക്കെ പകർത്താനൊരു കിടിലൻ സ്പോട്ടാണ്, കിടിലൻ ട്രിപ്പാണ്. ടോട്ടലി വെർത്താണ് സംഭവം. അതാണ് സംഭവം. ചുമ്മാ എത്ര ടൈം എടുക്കുന്നത് ഈ ട്രാവലിന്. മാത്രമല്ല വളരെ ഫാസ്റ്റായിട്ട് വണ്ടി നീങ്ങുകയല്ല, വളരെ സ്മൂത്തായിട്ട് പതുക്കെയാണ് പോകുന്നത്. കാഴ്ചകൾ കണ്ടു പോകാം. യെസ്, സൂപ്പർ സുഖമുള്ള യാത്രയാണ്. അടിപൊളി. യാത്രക്കാരെല്ലാം കണ്ട് ആസ്വദിക്കുന്നു.
ഇരവികുളം ദേശീയോദ്യാനത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊക്രമുടി കൊടുമുടി മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ്. മൂന്നാറിന്റെ സ്വകാര്യ അഭിമാനമായ നീലക്കുറിഞ്ഞിപ്പൂക്കൾ ഇവിടെയും പൂക്കാറുണ്ട്. രാജമലയ്ക്കും മീശപ്പുലിമലയ്ക്കും പുറമെ വരയാടുകൾ പാർക്കുന്ന ഇടമാണ് ഈ ചൊക്രമുടി. ഇടുക്കി ഡാം, ആനമുടി തുടങ്ങിയവയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കും. പിന്നെയും കുറെ യാത്ര ചെയ്ത് അടുത്ത സ്റ്റോപ്പിൽ നിർത്തുന്നതിന് മുമ്പ് ഒരു വശം വലിയ കുന്ന്, മറുവശം വലിയ താഴ്ചയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ്പ് റോഡിന്റെ മനോഹാരിത. അങ്ങനെ 3-ാം സ്റ്റോപ്പിലെത്തി ഇറങ്ങുവാണ്. ഇതൊരു ഗുഹയാണ്, മലൈക്കള്ളൻ കേവ് അല്ലെങ്കിൽ തങ്കയ്യ ഗുഹ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നുപോയിരുന്ന വർത്തക സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളിയിടമായിരുന്നു ഈ ഗുഹ എന്നാണ് ഐതിഹ്യം. കൊള്ള മുതൽ നിർധനർക്ക് പങ്കുവച്ചിരുന്ന ഇയാൾ നാട്ടുകാർക്ക് നല്ലവനായിരുന്നെന്നും പഴമക്കാർ പറയുന്നു. ഇതാണ് സുഹൃത്തുക്കളെ റോക്ക് കേവ്. സ്റ്റെപ്പൊക്കെ ഉണ്ട്, വീതി കുറഞ്ഞ് ആരുടെ ഇടയ്ക്കൂടെ കയറി പോകുന്നതാണ് സംഭവം. ഈ ഗ്യാപ്പ് റോഡ് വീതി കൂട്ടി നവീകരിച്ചപ്പോഴും പാതയോരത്തെ ഈ ഗുഹ സംരക്ഷിക്കപ്പെട്ടു. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളിൽ കൗതുകവും ആകാംക്ഷയും പകരുന്നതാണിത്. കണ്ട സുഹൃത്തുക്കളെ, ഇവൻ എന്റെ കൂടെ വന്നില്ല, എന്നെ മറന്നുപോയി. അർത്ഥമല്ലോ ഉണ്ടോ? ഗ്യാപ്പ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഗുഹ തമിഴ്നാട്ടിൽ എത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഒരാൾക്ക് സുഖമായി കടന്നു പോകാൻ സൗകര്യമുള്ളതാണ് ഈ ഗുഹയുടെ മുൻവശം. അകത്തോട്ട് ചെല്ലുമ്പോൾ അല്പം കൂടെ വിശാലമാണ്. എന്നാൽ അകത്ത് കടന്നാൽ 10 മീറ്ററിൽ കൂടുതൽ അകത്തോട്ട് പോകാൻ കഴിയില്ല എന്ന് പിടികിട്ടും. മാത്രവുമല്ല അത്യാവശ്യം നല്ല ഇരുട്ടുമാണ്. എന്നാൽ പിന്നെ കണ്ടിട്ടിങ് ഇറങ്ങാം. മലൈക്കള്ളൻ കേവിൽ നിന്നൊരു കള്ളൻ ഇറങ്ങി വരുന്നത് കേട്ടോ. ആദ്യമേ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇതുപോലെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. മലൈക്കള്ളൻ കേവിൽ നിന്നൊരു കള്ളൻ ഇറങ്ങി വരുന്നത് ഞാൻ എന്നെ ഉദ്ദേശിച്ചില്ല, ഞാൻ പറഞ്ഞായിരുന്നു. തിരികെ വണ്ടി കയറിയപ്പോ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. You can also share your experience of India to our channel also. We're also YouTubers. Well, we've only been in India for 2 days. Okay. 3 days. But we love it. People are very friendly. And the Munnar is beautiful. Oh, okay. Yeah. Where are you coming from? I'm from London. London. Yeah, I had to Okay. think about that. But I came from Sri Lanka. Sri Lanka. Yeah. And my friend's from France. France. Okay. Yeah. But are you doing a YouTube channel? Yeah. Oh, nice. Are we going to be famous now? She's an influencer. Oh, nice to meet you. She has 300,000 followers. Yeah. But TikTok is banned here. Please tell your name also. Oh, my name is Maisie. Maisie. Yeah. And my name is Anais. My name. Yes. Oh, okay. What's nice your name? My name is Vishnu. Vishnu. Yeah. Nice to meet you. Nice to meet you. വീണ്ടും വണ്ടി മുൻപോട്ട് പോവാണ്. ഈ പോകുന്ന യാത്ര ഇതൊന്നുമല്ല. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ വേറെ ലെവലായിരിക്കും. ഈ സൈഡിലുള്ള മലയുടെ മുകളിൽ നിന്ന് ചെറിയ നീർച്ചാലുകൾ തുടങ്ങി വമ്പൻ വെള്ളച്ചാട്ടങ്ങൾ വരെ കാണാം. അത്തരം ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇപ്പോൾ അതിൽ ചെറുതായിട്ടൊരു നീരൊഴുക്ക് മാത്രമേ ഉള്ളൂ. ഇതിന്റെ മഴക്കാലത്തെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. പിന്നെയും വളരെ ഉയരത്തു നിന്നുമുള്ള കാഴ്ചകളുമായി നമ്മുടെ യാത്ര തുടരുന്നു. അങ്ങ് വിദൂരതയിൽ പച്ച പുതച്ച കുന്നുകൾക്കും അപ്പുറം പശ്ചിമഘട്ട മലനിരകളുടെ അല്പം മങ്ങിയ കാഴ്ച. ആ പച്ചപ്പിനിടയ്ക്ക് ഒരു വെള്ളമുള്ള സ്ഥലം കാണാം. അതുപോലെ അനേകം ഹെയർപിൻ വളവുകൾ ഉള്ള വിശാലമായ റോഡുകൾ കാണാം. വലിയ കൂറ്റൻ പാറകൾ കാണാം. അതിശയമാർന്ന രീതിയിൽ, എന്നാൽ അല്പം പേടിപ്പെടുത്തുന്ന രീതിയിൽ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുകയാണ്. അങ്ങനെ ചിന്നക്കനാലിലെ ആദ്യ ഹെയർപിൻ വളവ് ഇറങ്ങിയപ്പോൾ അവിടെ നിർത്തി. അവിടെ കാണുന്ന മലകളിൽ ഒന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും 8000 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമല. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള തേയിലത്തോട്ടങ്ങളും 75 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു തേയില ഫാക്ടറിയും ഇവിടെയാണ് ഉള്ളത്. മനോഹരമായ സൂര്യോദയ കാഴ്ച തരുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നമ്മുടെ ഇപ്പോഴത്തെ നിൽപ്പ്. പിന്നെയും ഹെയർപിൻ വളവുകൾ ഇറങ്ങി യാത്ര മുൻപോട്ട്. സൈഡിൽ ഒരു കുളം കാണാം. മനോഹരമായ പെയിന്റിംഗ് പോലെ സുന്ദരമായ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പനോരമിക് വ്യൂ. ഇത് ഇത്ര ഭംഗിയായി ഒരുക്കിയത് മനുഷ്യന്റെ തന്നെ കൈവേലയാണോ എന്ന് അതിശയിച്ചു പോകും.
അങ്ങനെ ഇറങ്ങി ആ റോഡിന്റെ തമ്മിൽ താഴ്ചയുള്ള ഭാഗത്തെത്തി. അതൊരു വ്യൂ പോയിന്റ് ആണ്. ആനയിറങ്കൽ ഡാമിന്റെ റിസർവോയർ ആണ് ഇവിടെ കാണുന്നത്. ആനയിറങ്കൽ ഡാമാണ്. ഇതിന് താഴെ ഓറഞ്ച് ആയിട്ട് നിൽക്കണം, ഓറഞ്ച് പ്ലാന്റ്. നമ്മുടെ കുഴപ്പമാണ്, ഇവിടെ മൊത്തം ആദ്യം ഈറ്റയായിരുന്നു. അപ്പൊ ആനയ്ക്ക് ഇഷ്ടം പോലെ തീറ്റ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഈ HNL യൂക്കാലി ആക്കി മൊത്തം അവര് തീറ്റ മൊത്തം കളഞ്ഞിട്ട് യൂക്കാലി ആക്കി. അപ്പൊ ആനക്ക് തീറ്റയില്ലാതെ. അപ്പൊ ആരുടെ കുഴപ്പം? ആനയുടെ കുഴപ്പമാണോ അത്? നമ്മുടെ കുഴപ്പമാണ്. ഇതാ നിൽക്കുന്ന യൂക്കാലി ക്രമരുണ്ടോ? നേരെ അവിടെ നിന്നാണ് അരിക്കൊമ്പനെ പിടിച്ചത്. അരിക്കൊമ്പന്റെ കാര്യമാണ് ഈ പറയുന്നത്. സുഹൃത്തുക്കളെ, മലകളുടെ ബഹളമാണ് നടുക്ക് ആനയിറങ്കൽ ഡാം. ഈ ആനയിറങ്കൽ ഡാമാണ് നമ്മൾ ദൂരത്ത് നിന്ന് കണ്ടത്. ഇപ്പോൾ വളരെ അടുത്ത് കാണാൻ പറ്റും. വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ താഴ്വാരത്തിൽ ആനയിറങ്കൽ ഡാം. ഒരു ഹെവി വ്യൂ ആണ് സുഹൃത്തുക്കളെ. താഴെ എത്തിയാൽ തേയിലത്തോട്ടത്തിൽ ഇടകൃഷിയായി തേയില ചെടികൾക്ക് ഇടയിൽ ഓറഞ്ച് മരങ്ങൾ നിൽപ്പുണ്ട്. ഇത്തവണ ഇവിടെ വലുതായിട്ട് കായ്ച്ചിട്ടില്ല. അവിടെ നിന്നും വീണ്ടും യാത്ര തുടരുകയാണ്. വളഞ്ഞു പൊളഞ്ഞ് ചുറ്റിയടിച്ചുള്ള കിടിലൻ ബസ് യാത്ര. സമയം പോകുന്ന കാര്യം അറിയത്തേയില്ല. പറയുമ്പോൾ ഇതെല്ലാം തേയിലത്തോട്ടമാണെങ്കിലും എത്ര കണ്ടാലും മടുക്കില്ല ഇതിന്റെ ഭംഗി. വളം കൊണ്ടാലും അടുത്ത സ്റ്റോപ്പ് ഒരു തേയിലത്തോട്ടത്തിൽ ഇറങ്ങി തേയില ചെടികൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പോയിന്റ് ആണ്. അതൊരു നല്ല അവസരമാണ്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി അകത്തേക്ക് പോവുകയാണ്. അറിയാതെ തേയിലത്തോട്ടത്തിനകത്തേക്ക്. അങ്ങനെ ഈ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഒരു അവസരമുണ്ട്. ഇവിടെ സൗജന്യമാണ്. അടിപൊളിയാണ്. പുല്ലുമാത്രം പരന്ന് വിശാലമായിട്ട് കിടക്കുകയാണ്. അവിടെയാണെങ്കിൽ നിറയെ മലനിരകൾ. ഇവിടെ ആണെങ്കിൽ ഈ കുന്നിൻ്റെ പുറത്ത് മൊത്തം തേയിലത്തോട്ടം. താഴ്വരയിൽ ചെറിയ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് കാണുന്നുണ്ട്. താഴ്വാരം കണ്ടില്ലേ സുഹൃത്തുക്കളെ? അവിടെ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരികെ നടക്കാം. ഈ ഒരു ബസ് വന്നുകൊണ്ടുള്ള ഒരു ഗുണമാണ് തേയിലത്തോട്ടത്തിനകത്തൂടെ നമുക്ക് നടക്കുകയും ഫോട്ടോ എടുക്കാൻ പറ്റും. സൂപ്പർ. നമ്മുടെ വെസ്റ്റേൺ ഘാട്സിന്റെ ഭാഗമായിട്ടുള്ള മലനിരകളായി കാണുന്നതെല്ലാം അവിടെ തൊട്ട് വിഷ്ണു ആണെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായി മാറി. അങ്ങനെ അവിടെ കണ്ട വിദേശികളോടൊപ്പം അവൻ ഒപ്പിച്ചു 2 സെൽഫി. വണ്ടിയത് 2011 വണ്ടിയോ? ഇപ്പോഴത്തെ വണ്ടിയെല്ലാം 7 ഗിയർ അല്ലേ? ഇത് 5 ഗിയർ ആണ്. ഇതിന് സ്പീഡ് അല്ലല്ലോ വേണ്ട, വലിയല്ലേ? പഴയ 5 ഗിയർ വണ്ടിയാണ് ചെയ്തത്. നമ്മൾ ഈ കാറ്റഗറി ചെല്ലുന്നിടത്ത് ആനയിറങ്കൽ ഡാമിന്റെ ഒരു വ്യൂ ഉണ്ട്. നമ്മുടെ സാധാരണ സൈഡിൽ ഈ ആനയിറങ്കൽ ഡാമിന്റെ കൂടെ ഒതുങ്ങി കഴിക്കും. ഇത് ആനയിറങ്കൽ ഡാമിലേക്ക് വഴിയാ താഴേക്കോ? അതിലെ പോയി ആനയിറങ്കൽ ഡാമിന്റെ അവിടെ പോയിട്ടാ പോകും. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലേ? ഒരു 5-8 മാസമായി നിരോധിച്ചിട്ട്. ആനയിറങ്കൽ ഡാമിൻ്റെ ഇത്രയും ക്ലോസ് വ്യൂ ആണ് ഈ സ്ഥലം ഓഫർ ചെയ്യുന്നത്. ഇത് ഈ യാത്രയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഈ ആനയിറങ്കൽ ഡാമിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബോട്ടിംഗ് നിരോധിച്ച് എന്താ ആന ഇറങ്ങുന്നുണ്ടായിരുന്നു? അല്ലല്ല, അത് കഴിഞ്ഞ ഓണത്തിന് ഇവിടെ ഇതുണ്ടായിരുന്നു, ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചവന്മാർ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ബോട്ടയിൽ പോയി. അപ്പോൾ ഇവർ ആനേനെ കല്ല് വെച്ചെറിഞ്ഞു. ആന സൈഡിലുണ്ടായിരുന്നു. ആനേനെ എന്തോ വെച്ചെറിഞ്ഞ് ആന ഓടിച്ച് ഇവർ വണ്ടിയിൽ വെള്ളം പെട്ടെന്ന് കഴിഞ്ഞാൽ വെള്ളം മുങ്ങി 2 പേര് മരിച്ചു. അന്നേരം കളക്ടർ നിരോധിച്ചു. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ? വകുപ്പാണോ? ഇതാ KC ബോർഡിന്റെ. അത് ഡാം KC ബോർഡിന്റെ. അതെ അതെ, ഇങ്ങനെ നശിതികൾ ചില സ്ഥലത്ത് വരും, കുളവാക്കളെ. പക്ഷെ കളക്ടർമാർ ആ നിരോധിക്കാൻ വേണ്ടി ഇരിക്കും. എന്തെങ്കിലും കിട്ടിയാൽ കേട്ടാൽ മതി, അപ്പം നിരോധിക്കും.
ആ അവിടെ ഇപ്പൊ ഉണ്ട്. ആ അല്ല കുറെ പേര് ചൂണ്ടിട്ട് ഇപ്പൊ ഉണ്ട് അവിടെ. ആണ് കുറെ പേര് ചൂണ്ടിട്ട് നിൽക്കുന്നു. അതെ 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 അതെ. അങ്ങനെ ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഏഴ് സ്റ്റോപ്പ് ഉണ്ട് ഈ ട്രിപ്പിന്. മാക്സിമം എൻജോയ് ചെയ്ത് പക്ക പറഞ്ഞ പോലെ റോയൽ ട്രിപ്പാണ്. ഈ ബോഡി പറഞ്ഞ പോലെ മുകളിലും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ചുറ്റിനും കാഴ്ചകൾ കാണാൻ പറ്റും. 360 വ്യൂ കറങ്ങി നിന്ന് കാണാൻ പറ്റും. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. Sir, are you coming from? Israel, Jerusalem. How you feel the journey? Kerala is magnificent, Yes. superb, beautiful. Your name please? You have 3 മക്കൾ ഉൾപ്പെടെ ഇസ്രായേലിൽ നിന്നും കേരളം കാണാൻ എത്തിയവരാണിവർ. പേര് മാത്രം എന്നോട് ചോദിക്കരുത്, എനിക്കത് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്ന വഴിക്ക് തിരിച്ചുള്ള യാത്രയാണ്. ഇനിയാണ് ശരിക്കുമുള്ള ആഘോഷം. പാട്ടുപാടിയും ആടിയും തുള്ളിയും കൈത്താളമടിച്ചും എല്ലാവരും നല്ല ഓളത്തിലാണ്. അങ്ങനെ ഒരു അടിപൊളി യാത്ര ഇവിടെ കഴിയുന്നു. ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഓൺലൈൻ ബുക്ക് ചെയ്ത് മൂന്നാറിന് കയറിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ചാനലിൽ ജോയിൻ ചെയ്ത് മെമ്പറായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കണേ. അടുത്ത സുന്ദര വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.